അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രല്ല കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ കാലിത്തീറ്റ മറ്റേ പഴങ്കഞ്ഞിയും മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിലേക്ക് കെട്ടിയിടും. ഹായ് ഗൈസ്, ഞാനൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എല്ലാവരും എടുത്ത് സംസാരിച്ചതാണ്. ഇനി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. എന്നാലും സംസാരിക്കാതിരിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷം കണ്ട് എൻജോയ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ദയാ സുജിത്തിൻ്റെ 2023 ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ റിയാക്ട് ചെയ്ത സമയത്ത് അതൊരു ഫോട്ടോഷൂട്ടാണെന്നും അതിന് വേണ്ടിയിട്ട് ആൾ ചെയ്തതാണെന്നും ഒന്നും മനസ്സിലാക്കാണ്ട് വളരെ പച്ചയായ രീതിയിൽ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറഞ്ഞത്. അത് ഇനി പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതിൽ വെക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുകയും അത് എടുത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ, ഈവൻ സോഷ്യൽ മീഡിയയിൽ ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല, അതല്ലാണ്ട് ഒരുപാട് ഈവൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെ റീൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതെടുത്ത് സംസാരിക്കുകയും ട്രോൾ വീഡിയോസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്ത സമയത്തും നമ്മളെല്ലാവരും കാത്തിരുന്നത് എന്താണ് ദയയ്ക്ക് പറയാനുള്ളത്, എന്താണ് മഞ്ജു ചേച്ചിക്ക് പറയാനുള്ളത്, ഇതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ദയയുടെ സൈഡിൽ നിന്നും റെസ്പോൺസ് ഇല്ല. ദയ കുറച്ച് റീൽസ് കാര്യങ്ങളിട്ട് പിന്നെ ഒരു സ്റ്റോറി പറഞ്ഞു പോയി. മഞ്ജു ചേച്ചിയുടെ സൈഡിൽ നിന്നും റെസ്പോൺസ് ഇല്ല. ഇന്നലെ ഇവരുടെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയിൽ ഇൻഡയറക്ട്ലി സർക്കാസ്റ്റിക് വേയിൽ ഇവർ ആ വീഡിയോന് ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പലരും ചൂടായി, പലരും തെറി വിളിച്ചു, പലരും പ്രാഗി, പലരും വളരെ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു, പലരും അവരെ കുടുംബത്തെ പറ്റി പറഞ്ഞു, റിയാക്ട് ചെയ്ത വ്യക്തിയുടെ കുടുംബത്തെ പറ്റിയൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പം ഇവർ വളരെ തമാശയായ രീതിയിൽ, ഫണ്ണായ രീതിയിൽ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കൂടെ ദയനെ പറയാനോ ഷെഫീനെ പറയാനോ ഒന്നും ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് നമ്മളുടെ ചുറ്റും നടന്നുകൊണ്ട് നമ്മളെ പറ്റി ഇല്ലാത്ത അലിഗേഷൻസും അല്ലെങ്കിൽ ഉള്ള അലിഗേഷനെ തന്നെ വലിച്ച് വാരി നീട്ടിക്കൊണ്ട് പറയുന്ന കുറേ സ്ട്രേ ഡോഗ്സ് നമ്മളുടെ ചുറ്റും ഉണ്ടാവും. നമ്മളെല്ലാത്തിനും ഒന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ വളരെ തമാശയായി ഫണ്ണി ആയിട്ട് ചിരിച്ച് കളിച്ച് നമുക്ക് വിടാം എന്നുള്ളൊരു സാധനമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ അനുമാക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? നിന്റെ പ്ലേ ഇല്ലേ? നിന്റെ പ്ലേ കാണാൻ വന്നത് അതോ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണെന്ന്? അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രല്ല കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ കാലിത്തീറ്റ മറ്റേ പഴങ്കഞ്ഞിയും മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിലേക്ക് കെട്ടിയിടും. ആ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആ പെൺകുട്ടീനെ കയറിൽ കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെ ആവില്ല. ഞാനും അന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചിരുന്നു, കയറ് കെട്ടിടാൻ ഇത് പെൺകുട്ടികൾ എന്താ വല്ല പട്ടിയും കോഴിയും എങ്ങാനും ആണ്. ഇനി നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഐ മീൻ നോട്ട് ഷെഫീന, ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കയറ് കെട്ടിടും. ഈവൻ പെറ്റ് ആനിമൽസിനെ വളർത്തുന്ന സമയത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുക അതിനെ കയറ് കെട്ടിടാൻ പാടില്ല എന്നാണ്. ഈ മൃഗങ്ങളുള്ള ഈവൻ സൂ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിലും അറ്റാക്കിംഗ് ആയിട്ടുള്ള ജീവികളെ വരെ ആ കേജിൻ്റെ ഉള്ളിൽ വളരെ ഫ്രീ ആയിട്ട് വിടുക ചെയ്യാം. അപ്പോൾ ആ സമയത്താണ് കെട്ടിടണം എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ ഒരു എന്താ പറയുക, അങ്ങനെ നമുക്ക് ഞാനൊക്കെ ഇത് കേട്ട് വിട്ടതാണ്. ഞാൻ ഇതൊന്നും എനിക്ക് പറയാൻ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളരെ വൽക്കരിച്ച് കൊണ്ട് എന്നാൽ സർക്കാസ്റ്റിക്കലി എവിടെയൊക്കെയോ കുത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ സാധനത്തിന് ഞങ്ങൾ ഒരു വിലയും തരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ കാണിച്ചത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി ഷോപ്പിങ്ങിന് വേണ്ടി എന്ത് ചെയ്താലും കയറിന്റെ അറ്റം എൻ്റെ കയറ് വെട്ട് കളയില്ല. നമുക്ക് കയറ് മാറി കയറ് ബാഗ് വരെ എൻ്റെ അമ്മ എടുത്തിട്ടുണ്ട് കയറിന് വേണ്ടി. പക്ഷെ അതെ നമ്മൾ വലിയ കളികൾ മാത്രം. പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ അമ്മയും അമ്മയും എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എല്ലാവരും അനീതി എന്ന് വിളിക്കുന്നത് കാണിച്ചു തരാം.
എന്റെ അമ്മ പാവാടയൊക്കെ ഉടുത്തുകൊണ്ടാണ് മുംബൈയിൽ ഇറങ്ങണം. മുംബൈയിൽ മാത്രമല്ല, ഞാൻ കേരളത്തിലും. പക്ഷെ ചുമ്മാ അല്ല, ആൾക്കാർ അനിയത്തി ഇപ്പൊ ശരിക്കും അമ്മ എന്റെ അനിയത്തി പോലെയാ. കുറച്ചേ എന്നെ മകളെന്ന് പറയും. ഇല്ലടി അത്രയും. അമ്മ ഇനി അമ്മേനെ കയറിടേണ്ടി വരും. ഇനി അമ്മേനെ കയറിടണം. അമ്മ സ്കേർട്ട് ഇട്ടു. അമ്മയ്ക്ക് ഇന്ന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പൊ അമ്മയുടെ രീതിയിൽ നമുക്ക് പോവാം. അമ്മ എന്താ ചെയ്യാനുള്ള? കയറ് മേടിക്കണം അമ്മ. കയറ് വിട്ടവർ കളിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് കെട്ടാം, കെട്ടിട്ടാൽ റെഡിയാവുമല്ലോ. നീ എന്തൊക്കെ ചെയ്താലും നിന്നെ കെട്ടിക്കൊണ്ട് ഞാനുണ്ടാവും. ഇനി അമ്മ പാവാട ഇട്ടുകൊണ്ട് അമ്മേൻ്റെ പാവാടയിൽ പോയി കയറി. കാരണം ഈ ഒരു വീഡിയോനെ ഡെഫിനറ്റ്ലി മേ ബി റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കാം, എന്താണെന്ന് എനിക്കല്ല. റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറയാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണ് മോളിങ്ങനെ ആയത്. മോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മോളിങ്ങനെ ആവുന്നത്. എടാ, കുറേയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ട ഫ്രീഡം ഒക്കെ കൊടുക്കണം. ഈ ഫ്രീഡം ഇടാണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് പൂട്ടിയിട്ട് വളർത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പിന്നെ എത്രയൊക്കെ മക്കൾ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു സ്പേസ് ഉണ്ടോ അത്രത്തോളം മാത്രമേ അവർക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. അല്ലാണ്ട് അവർക്ക് ഈ വീട്ടിൽ വരുമ്പോൾ ഈ പട്ടാള ചിട്ട. പിന്നെ ഈ പണ്ടത്തെ പാരൻസ് ആണ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ്. അച്ഛനോട് മിണ്ടാൻ പേടി, അമ്മേനോട് മിണ്ടാൻ പേടി. എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നുമില്ല. ഞാൻ തുറന്നു പറയാം. എനിക്ക് അച്ഛനോടും മിണ്ടും അമ്മേനോടും മിണ്ടും. അച്ഛൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കും, അമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കും. അച്ഛനായി തെറ്റും, അമ്മയായി തെറ്റും, ബ്രദറായി തെറ്റും. ഇത് ഇന്ന് ലൈക്ക് ലോകം മാറി. ഇന്ന് കുറച്ചും കൂടെ പാരൻസ് നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇപ്പോൾ നമ്മൾ പണ്ടായിരുന്നു നമ്മൾ ഫോൺ കളിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് ചീത്ത പറയുക. ഇന്ന് നമ്മൾ നമ്മുടെ പാരൻസിനെ പറയേണ്ട സമയമായിട്ടുണ്ട്. കാരണം നമ്മളെക്കാൾ കൂടുതൽ ഫോൺ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാരും ഒന്നും പറയില്ല. കാരണം അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ പണിയെടുത്തിട്ട് ഈ പണി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നു. അവർ റിലാക്സ് ആയിട്ട് എന്തോ കണ്ടോട്ടെ. ദറ്റ് ചേഞ്ചസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെ ഈ കെട്ടിട്ട് വളർത്തുക, പൂട്ടിയിട്ട് വളർത്തുക, അച്ഛൻ്റെ അമ്മേൻ്റെ കയറിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി. ഇല്ല, അത് വേണം, അത് വേണം, വേണ്ടതാണ്, വേണ്ട ഒരു രീതി ഉണ്ട്. അല്ലാണ്ട് ഇതൊന്നും നോ എനിക്കറിയില്ല. മേക്കപ്പ് ഇന്ന് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കുളിച്ചു. കുളിച്ചു. കൈയടികൾ ഏതൊരുത്തിന് പരാതി ഉണ്ടായിരുന്നു, കുളിച്ചില്ല. എന്റെ വീഡിയോ കൂടെ അങ്ങനെയൊക്കെ മണക്കാവും എന്റെ വായിക്കാതെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ ഇവർക്കറിയാം. ഇപ്പൊ ഞാൻ പല്ലി ചൊല്ലി ഇവർക്കറിയാം. ഇവർ ഇതിലെ കൂടെ കഴിഞ്ഞു. സാറേ വന്നിട്ട് നമ്മൾ തുണികൾ മേടിക്കുകയാണ്. തുണികൾ നിന്റെ കാശ, നീ ഇഷ്ടമുള്ള ഏതോ. അയ്യോ സോറി. മാതാശ്രീ ഇഷ്ടമുള്ള മേടിച്ച മാതാശ്രീ പൊടി. ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ സാറയിൽ കളഞ്ഞുപോയി. ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച്. ഇപ്പം നിന്റെ എന്ന് പറയുന്ന ഒരു പേര് ചിലപ്പോൾ അത് കുറേ ആൾക്കാർക്ക് വിയേർഡായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്നോട് വന്നിട്ട് നീ കയറി നിന്റെ എന്ന് വിളിക്കുമോ ചോദിച്ചാൽ ഞാൻ നിന്റെ എന്നൊന്നും വിളിക്കലില്ല. ഞാൻ അമ്മ അച്ഛൻ എന്നാണ് വിളിക്കുക. അമ്മേനെ ഇടയ്ക്ക് സുൽമി എന്ന് ഞാൻ വിളിക്കലുണ്ട്. എൻ്റെ അമ്മയുടെ നെയിം സുഗത എന്നാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സുൽമി എന്ന് വിളിക്കലുണ്ട്. അച്ഛനെ ഞാൻ എൻ്റെതായ രീതിയിൽ ടിട്ടിരുമോൻ കുക്കിരിമോൻ എന്നൊക്കെ വിളിക്കലുണ്ട്. എൻ്റെ അച്ഛമ്മേൻ്റെ പേര് നാരായണിയമ്മ. ഞാൻ അച്ഛമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നരൂട്ടി എന്നാണ് വിളിക്കുക. എൻ്റെ അമ്മമ്മേൻ്റെ പേര് ചന്ദ്രമതി അമ്മ. ഞാൻ അമ്മമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ ചന്ദ്രൂട്ടി എന്നാണ് ഞാൻ വിളിക്കുക. അതൊന്നും റെസ്പെക്റ്റ് ഇല്ലായിട്ടല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലവ് ആണ്. നമ്മളിപ്പോൾ ഒരാളൊരു സാധനം വിളിക്കുന്ന സമയത്ത് അവർക്കത് വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നതിന് ദർ ഇസ് നത്തിങ് ബാഡ് ഇൻ ദാറ്റ്. എനിക്കിപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ബേൺ ഔട്ട് ആവുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഓഫീസിൽ വന്നിട്ട് ഞാൻ പറയും ശാരീരിക മാനസിക ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ, ഇത് മാർക്കറാണ്, ശാരീരിക മാനസിക ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഘോര പ്രസംഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ലൈക്ക് കോവർക്കേഴ്സ് എന്നെ ഇടയ്ക്ക് പ്രാന്തി എന്നൊക്കെ വിളിക്കുന്നത്. ദാറ്റ് ഡസൻ മീൻസ് ദേ ആർ കോളിങ് മീ അങ്ങനെ. ഇറ്റ്സ് പാർട്ട് ഓഫ് ലവ്, ഇറ്റ്സ് പാർട്ട് ഓഫ് കെയർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഫണ്ണി ആയിട്ട് രസകരമായിട്ട് വിളിക്കുന്നതാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ് അവരുടെ ഇടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ആൻഡ് അവർ ഭയങ്കര മ്യൂച്വലി ഹാപ്പിയാണ്. അവർ മ്യൂച്വലി വളരെ ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ആൻഡ് അവർക്ക് രണ്ടുപേർക്കും ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അപ്പം മോളെ വളരെ മോശമാക്കി വളർത്തുന്ന ടാഗ് ലൈൻ ഫോർ അമ്മ ആൻഡ് അമ്മ കാരണം മോൾ ബിക്കം ദിസ് എന്ന് പറയുന്ന ഒന്നുമില്ലാത്തൊരു യൂണിവേഴ്സ് ഇവിടേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ പേഴ്സണലി ആ ഒരു ക്രിയേറ്റർ നോക്കിയത്. ഇങ്ങനെ പറയാണ്ട് ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷനിൽ അമ്മയ്ക്ക് ഡയറക്റ്റായിട്ട് പറയാനില്ല, ഇൻഡയറക്റ്റായിട്ട് പറയണമെന്നില്ല, ഏത് രീതിയിലും പറയാം. പക്ഷെ നമ്മളിൽ അവസാനമായിട്ടായിരിക്കും നമ്മളിത് അഡ്രസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. സോ യാ, നമ്മൾ കൂടുതലും നല്ല എന്തായാലും ഇത് പോവല്ലേ ഗൈസ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കളർ ഗ്ലോസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്. സീരിയസ്ലി ഭയങ്കര
നാട്ടില് ഭയങ്കര കോൺട്രവേഴ്സി നടക്കുകയാണ്. ഫോട്ടോ സെൽഫിഷ് അതിനാണ് നിങ്ങൾ മേടിക്കാൻ ടാഗ് ആയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾ മേടിച്ചു അടിപൊളി സംഭവം, ഭയങ്കര അഫോർഡബിൾ. 300 എത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇത് 3000 സാധനത്തിന് ഗ്രൂപ്പാണിത്. ഫെൻഡി ബ്യൂട്ടി ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ. എന്ത് കണ്ടിന്യൂ? ജാന, നമുക്ക് വേറെ ഒരുപാട് പണിയില്ലേ. നമ്മള് എന്നെ മണിക്കൂറാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയണ്ട, എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെ എനിക്ക് അതിനെക്കാട്ടിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിന്റെ ലോണോ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടെ നിന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ എത്രയൊക്കെ റിയാക്ട് ചെയ്താലും, മീൻസ് നമ്മളല്ല, ഇവർക്ക് എഗെയിൻസ്റ്റ് എത്രയൊക്കെ പേര് വന്ന് റിയാക്ട് ചെയ്താലും അതിൻ്റെ താഴെ എന്തൊക്കെ വൾഗർ കമൻറ്റ് ഇട്ടാലും ഇതെന്നെയൊന്നും ബാധിക്കുന്നില്ല. ഐ എം ലീഡിങ് എ ഹാപ്പി ലൈഫ്, പോസിറ്റീവ് ലൈഫ്. എനിക്കിതൊന്നും നോക്കാൻ നേരമില്ല. എനിക്ക് എൻ്റെതായ ജോലി, ലോണ്, അത് ഇത് കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മറ്റൊരാളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുമ്പം അവരത് കേട്ടിട്ട് റിപ്ലൈ തരുമ്പോഴാണ് നമ്മൾ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു വില ഉണ്ടാവുക. നമ്മളിതിങ്ങനെ അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞതിന് എന്താ ഉണ്ടാവുക? ഇറ്റ്സ് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഇഗ്നറൻസ് അല്ലെങ്കിൽ സൈലൻസ് അല്ലെങ്കിൽ ലെസ് കെയർ എന്നാ. ഇപ്പോൾ ഇവരുടെ ഈ ലിപ്സ്റ്റിക് ഇടലും ഇവരുടെ ഈ കറക്കവും എൻജോയ്മെൻറ്റും ഒക്കെ കണ്ടാൽ മനസ്സിലാവും, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ഇറ്റ്. അവരിത് വാല്യൂ ചെയ്യുന്നില്ല, അവരിതിന് വേണ്ടി കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഏകദേശം ഇത്ര നേരം കൊണ്ട് മനസ്സിലായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ അതാണ് അബൌട്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ലൈഫ് ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ദി നെക്സ്റ്റ് മൊമെൻറ്റ് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഒരാളും ജീവിതത്തിൽ ഇത്രയും കാലം ജീവിക്കും, ഇത്രയും കാലം ഈ ലോകത്തുണ്ടാവും, വേറെ ആരും വിട്ടുപോകില്ല, നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും, ഹാപ്പി ആയിരിക്കും, സക്സസ്ഫുൾ ആയിരിക്കും, ഇത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് ഫ്രണ്ടോട്ട് പോകുമ്പോൾ ഏത് ടൈമിൽ, ഏത് പോയിന്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം, ഇതിൽ കൂടെ വേണമെങ്കിലും കടന്നു പോകാം, ആര് വേണമെങ്കിലും ഇല്ലാണ്ടാവാം, ആര് വേണമെങ്കിലും കൂടെ നിൽക്കാം, എന്ത് പ്രശ്നം വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ സൗണ്ട് കിട്ടണമെന്നില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കാഴ്ച. അതാണ് നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമ്മളുടെ ഹാപ്പിനെസ്സിൽ ജീവിക്കുക. ഇപ്പോൾ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള പാഷൻ, അവൾ പാഷനേറ്റഡ് ആയിട്ട് അവൾ ഫ്രണ്ടോട് പോയിക്കോട്ടെ. അപ്പോൾ റിയാക്ഷൻ വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഇഷ്ടം, ഞാനത് ഫ്രണ്ടോട് പോയിക്കോട്ടെ. പക്ഷെ അതൊരിക്കലും മറ്റൊരാളെ ഹാം ചെയ്യുന്ന രീതിയിലാവരുത്. അത് വളരെ വളരെ മീനിങ് നമ്മൾ നമ്മളുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറേ കാലങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നു, ഹാപ്പി ആവണം. കാരണം ഇപ്പോൾ അമിയ എന്ന് പറയുന്ന ഞാൻ അമിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. ചിലപ്പോൾ എനിക്കിനി വേറൊരു അമിയ ഉണ്ടോ, വേറൊരു ഗ്രോത്ത് ഉണ്ടോ, ഞാൻ വീണ്ടും ജനിക്കും ഇതേ സാഹചര്യത്തിൽ, ഇതേ സിറ്റുവേഷനിൽ, ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ, ഇതേ പീപ്പിളിൻ്റെ കൂടെയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്. അപ്പം അങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവാൻ ലിവ് യുവർ ലൈഫ് ഹാപ്പിലി ഗൈസ്. അത് മറ്റൊരാൾക്ക് ഒരു ബേർഡൻ, ബാധ്യത അല്ലെങ്കിൽ ഒന്നും ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക. റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഏജ് എന്ന് പറയുമ്പോൾ വിവരമുള്ളത് 5 വയസ്സുള്ള കൊച്ചിനും ആവാം, 85 വയസ്സുള്ള അപ്പൂപ്പനും ആവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഒരു ഞാൻ പറയുന്നില്ല ആരെന്ന്, എനിക്ക് പേഴ്സണലി അറിയത്തില്ല, ഒരു ആൻറ്റി എനിക്കൊന്ന് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്, ലവ് മെസ്സേജ്, ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ മോളെ, ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നു എന്ന് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എങ്ങാനും
See, I have any... ഈ ഒരു സാധനത്തെ ഞാൻ ഭയങ്കര അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പബ്ലിക്കലി ഇട്ടിട്ടുള്ള ഈ ഒരു വസ്ത്രത്തെ കുറിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം പബ്ലിക്കലി വന്നിട്ടുള്ള സാധനങ്ങളാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നത്. പക്ഷേ സംസാരിക്കുന്നതിനൊരു രീതി ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രസ്സ് എല്ലാവരും കംഫർട്ടബിൾ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ താഴെ ഇരിക്കുന്ന എൻ്റെ ഫാദറിനെയും മദറിനെയും കൊണ്ടുപോയിരുത്തിയിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ഇതിൽ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുമോ വീട്ടിലെ അറിയില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ അമ്മമ്മേനെയോ അച്ഛമ്മേനെയോ ഇല്ല, രണ്ടുപേരും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് അവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ജനറേഷൻ ഗ്യാപ്പ് ഹിറ്റ്സ്. ചിലപ്പോൾ ഐ എം ഓക്കെ വിത്ത് വോട്ട് ലൈക്ക് ആൾക്ക് എന്താ വരേണ്ട ലെറ്റർ, അത് എന്നെ ബാധിക്കുന്ന മാറ്ററേ അല്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലുള്ള ആളാണ്. വെൻ ഇറ്റ് കംസ് ടു മീ ദറ്റ് ഐ വിൽ തിങ്ക് ദറ്റ്സ് മൈ പേഴ്സണൽ ഡിസിഷൻ എന്നുള്ള ഒരു സൈഡ് ഓഫ് ആളാണ്. പക്ഷേ നെഗറ്റീവ് പറയാം. ഈ ഫോട്ടോ ഇടുന്ന സമയത്ത് എല്ലാവരും അതിനെ കയറി ഇഷ്ടപ്പെട്ട ഹോട്ട് ഗുഡ് ഗ്രേറ്റ് ഐ എം 20 സ്കേഡ് 30 സ്കേഡ് എന്ന് പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമല്ലാത്തൊരു ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞോളൂ. പറയുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ഈ അമ്മ ഏതാ പറഞ്ഞത്, എനിക്ക് പേഴ്സണലി മോളെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബട്ട് മോള് നന്നായിരിക്കട്ടെ, ദാറ്റ്സ് ഇറ്റ്. ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വളരെ നല്ല രീതിയിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യായിരുന്നു. ആ വീഡിയോൻ്റെ തുടക്കത്തിലും പകുതിയിലൊക്കെ ഫെമിനിസത്തെ പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ വസ്ത്രം ഇടുന്നത് അതിന് ആ സാധനങ്ങളോടാണ് ഒരു വിരക്തി. എനിക്കും മേ ബി ഈ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ വീഡിയോ റിയാക്ട് ചെയ്ത ആൾക്കാർക്കും. ഞാൻ അത് ആലോചിച്ചിട്ടും കൂടി ഇല്ല, എന്നാലേ ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം നല്ല ഉത്തരം. I feel that this is useless stuff which is happening. Yeah, useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും ഇവിടെ. ഓഫ് കോഴ്സ് ദ റൈറ്റ് തിങ്. ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ ചില ഭാഗങ്ങളുണ്ട്, അതിലോട്ടൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മേ ബി നിങ്ങൾ എല്ലാവരുടെ വീഡിയോസും കണ്ടിട്ടുണ്ടാവും. എല്ലാ പാട്ടും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ പറയില്ല. നമ്മുടെ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള ആളുടെ മകനെ കുറിച്ചിട്ടും ആളുടെ ഹെൽത്ത് കൺസേണിനെ കുറിച്ചിട്ടും പല വ്യക്തികളും കമൻ്റ് ഇടുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുമ്പം ആളതിനെ റിയാക്ട് ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനാളുടെ മകനെ പറ്റി പലരും, എനിക്കത് ഓർമ്മ എപ്പോഴാന്ന് വെച്ചാൽ നമ്മളുടെ ജാസ്മിൻ ജാഫറിൻ്റെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയാണ് ഞാൻ ആളെ ബേസിക്കലി കാണുന്നത്. അതിൽ ഈ ജാസ്മിൻ ജാഫറെ പറ്റി എന്തൊക്കെയോ ഈ റിയാക്ട് ചെയ്ത വ്യക്തി പറഞ്ഞ സമയത്ത് അവർ ജാസ്മിൻ ജാഫർ ആളുടെ മോനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞു. അതിലാണ് ഭയങ്കര ഒഫെൻസീവായിട്ട് ജാസ്മിനെ റിയാക്ട് ചെയ്യുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഇതേ സാധനം മഞ്ജു പിള്ളയ്ക്കുള്ളൂ. മഞ്ജു പിള്ളേൻ്റെ മോളെ പറ്റി പറയുന്ന സമയത്ത് മഞ്ജു പിള്ളയ്ക്ക് അത് കേട്ടിരിക്കാൻ പറ്റുമോ, അത് കേട്ട് ചിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് കേട്ട് തലയാട്ടാൻ പറ്റുമോ? ഇല്ല, മഞ്ജു പിള്ളയ്ക്ക് ഓഫ് കോഴ്സ് പറ്റില്ല. അതേ ഉള്ളൂ, അത്ര മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഒരാൾക്കും സ്വന്തം മകളെ കുറിച്ചിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് അത് കേട്ട് നിൽക്കാനോ അത് കേട്ട് എൻജോയ് ചെയ്യാനോ അത് കേട്ട് തലയാട്ടാനോ പറ്റില്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരാളെ പറ്റി റിയാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറയേണ്ട ടോപ്പിക്കുകൾ പറയണം. ഞാനൊരു കുമളി ടോപ്പിക്കിൽ ഒരു സ്ത്രീനെ പറ്റി പറയുന്നത് വളരെ മോശമായ രീതിയിൽ പറയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പക്ഷേ കുറേ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ പറയണം, അതൊക്കെ നാല് പറയാനുള്ളതുണ്ട്. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ പറയട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കാൻ പറ്റുവാണെങ്കിൽ നാല് പറയട്ടെ എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ പറയാനില്ലാത്ത കാര്യങ്ങളിൽ ഇത്ര ഒരു സാധനം എടുത്തുകൊണ്ട് അറിയില്ല. എനിവേ ഇറ്റ്സ് അപ് ടു ദം. ഐ ഡോണ്ട് വോണ്ട് ടു ലൈക്ക് പറയുകയോ ക്ലാരിഫൈ ചെയ്യുകയോ കറക്റ്റ് ചെയ്യുകയോ റെഡിയാക്കുകയോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടതിൽ കൂടെ ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വരാം. നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മാറ്റേഴ്സ് ചെയ്യലുണ്ട്. നമുക്ക് ചിരിച്ചും തള്ളാം, ഒച്ചപ്പാടും ഉണ്ടാക്കാം. സോ ഹൗ യു റിയാക്ട് ഷോസ് യുവർ ക്വാളിറ്റി. നമ്മളോട് ചെയ്യുന്ന അതേ ടേംസ് തന്നെ നമ്മൾ തിരിച്ച വ്യക്തിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അതിനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സോ കീപ് യുവർ സ്റ്റാൻഡേർഡ് ഓൾവേസ് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റേർഡ്. ബൈ ഗൈസ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.